ഇന്ത്യയുടെ ജനാധിപത്യത്തെയും തെരഞ്ഞെടുപ്പിനെയും അട്ടിമറിക്കാനായി US ഇപ്പോൾ നൽകിയിരിക്കുന്ന US എയ്ഡ് 21 മില്യൺ US എയ്ഡാണ് ഇപ്പോൾ രാജ്യമെമ്പാടും ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് ഇത് സമ്മതിക്കുകയും ചെയ്തു. അമേരിക്ക ഇന്ത്യയുടെ ഇലക്ഷൻ, അതായത് തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ് ഈ US എയ്ഡ് തന്നിരിക്കുന്നത് എന്നും. എന്നാൽ ഇത് ബൈഡൻ സർക്കാർ അങ്ങനെ ചെയ്തിരിക്കാം എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഇതേ തുടർന്ന് വലിയ കോളിളക്കമാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരിക്കുന്നത്. ഈ US എയ്ഡ് 21 മില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം 182 കോടി രൂപയോളം വരും. ഈ 182 കോടി രൂപ ഇവിടെ ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? കോൺഗ്രസ് ഇതിൻ്റെ പങ്ക് പറ്റിയിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യൻ ജനാധിപത്യത്തെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെയും കുറിച്ച് എന്തിനാണ് പരിഹാസ വാക്കുകൾ ഉന്നയിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ BJP ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസ് വലിയ രീതിയിൽ പ്രതിരോധത്തിനെതിൽ ആയിരിക്കുകയുമാണ്. ഇത് കിട്ടിയവരിൽ വലിയ വലിയ ജേർണലിസ്റ്റുകളുമുണ്ടെന്നും അതിൽ മലയാളത്തിലുള്ള ജേർണലിസ്റ്റുകൾ പലരുമുണ്ട് എന്നുള്ള വാർത്തകൾ നമ്മൾ നേരത്തെ തന്നെ പുറത്തുവിട്ടതാണ്. എന്നാൽ ഇപ്പോൾ ഇതിൽ ഒരു അന്വേഷണത്തിനായി ഒരു കളമൊരുങ്ങുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. 21 മില്യൺ US എയ്ഡിന് പിന്നിൽ കോൺഗ്രസ് ആണെന്നാണ് ഇപ്പോൾ BJP പറയുന്നത്. കോൺഗ്രസ് ആണ് ഇത് ഇങ്ങനെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് തുരങ്കം വയ്ക്കാനും ശ്രമിക്കുന്നതെന്ന് BJP പറഞ്ഞു. പോരാത്തതിന് 2023 വിദേശ രാജ്യങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നു. അതായത് വിദേശ രാജ്യങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ആശങ്ക പ്രകടിപ്പിച്ചത് എന്നുള്ള ഒരു പോയിന്റാണ് BJP ഇവിടെ ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധി പല രാജ്യങ്ങളിലും പോയി ഇന്ത്യയുടെ ജനാധിപത്യത്തെക്കുറിച്ച് നിരന്തരമായി കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഇന്ത്യയെ അപമാനിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നു. അപ്പോഴെല്ലാം രാഹുൽ ഗാന്ധിയുടെ സ്വതസിദ്ധമായ ശൈലിയിലുള്ള അല്ലെങ്കിൽ ഒരു മണ്ടത്തരത്തിലുള്ള ഒരു രീതിയായിരിക്കും ഇത് എന്ന് പറഞ്ഞ് തഴഞ്ഞു കളയുന്ന കാഴ്ചയാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും മാധ്യമങ്ങൾ മുഴുവനായും ഇതിനെ എടുത്തത്. അല്ലെങ്കിൽ ഇത് കണ്ടില്ല എന്ന് നടിക്കുന്ന രീതിയാണ് പല മാധ്യമങ്ങളും കൈക്കൊണ്ടത്. എന്നാൽ ഇപ്പോഴാണ് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. US ഫണ്ട് പറ്റിയാണ് രാഹുൽ ഗാന്ധി ഇതൊക്കെ ചെയ്തത് എന്നുള്ളതാണ് BJP ആരോപിക്കുന്നത്. കോൺഗ്രസ് ആണ് ഇലക്ഷൻ അട്ടിമറിക്കാൻ ശ്രമിച്ചത് എന്ന് BJP പറയുന്നു. വിദേശത്ത് പോയ ഇന്ത്യയെ പരിഹസിക്കാൻ അഥവാ രാഹുൽ ഗാന്ധിക്ക് ഫണ്ട് കിട്ടിയോ എന്നുള്ളൊരു ചോദ്യവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ട്രംപിൻ്റെ ആരോപണങ്ങൾ അതേസമയം അസംബന്ധം എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതായത് ഇന്ത്യക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ, അതായത് നരേന്ദ്രമോദിയുടെ കാലത്തിന് മുൻപും ഇന്ത്യക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് പരമ്പരാഗതമായി വികസന ഭരണ സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിനാണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇന്നലെ വരെ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന വ്യക്തി എന്ത് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞാലും അതെല്ലാം സത്യമാണെന്നും അല്ലെങ്കിൽ അമേരിക്ക പറഞ്ഞാൽ അത് സത്യമാണെന്നും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കോൺഗ്രസ് കണ്ടില്ലേ അമേരിക്ക പറയുന്നത്, അമേരിക്ക നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്നത് കണ്ടില്ലേ, നരേന്ദ്രമോദിയുടെ ഭരണം കൊള്ളില്ല എന്ന് പറയുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് അമേരിക്കയുടെ ഈ ഒരു ആരോപണത്തെ നേരെ തിരിച്ചു വയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് US ഫണ്ട് ലഭിച്ചിട്ടുണ്ട്, പക്ഷേ അത് പരമ്പരാഗതമായിട്ടുള്ള വികസന ഭരണ സംരംഭങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനാണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. പോരാത്തതിന് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്ന ഈ ആരോപണം അത് അസംബന്ധമാണ്, ഡൊണാൾഡ് ട്രംപിന് തികച്ചും എന്തോ പ്രശ്നമുണ്ട് എന്ന രീതിയിലാണ് കോൺഗ്രസ് ഇപ്പോൾ സംസാരിക്കുന്നത്. അതായത് കോൺഗ്രസ് അമേരിക്കയെ എതിർക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ജന്മം ചെയ്താൽ കോൺഗ്രസ് അമേരിക്കയെ എതിർക്കാത്ത ഒരു പാർട്ടിയാണ് എന്നുകൂടെ നമ്മൾ ആലോചിച്ച് നോക്കണം. ഇനി ഈ ഫണ്ടിംഗ് കുംഭകോണത്തിൻ്റെ പശ്ചാത്തലത്തിൽ US എയ്ഡിൻ്റെ മുൻ മിഷൻ ഡയറക്ടറാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ചോദ്യചിഹ്നത്തിൽ ആയിരിക്കുന്നത് എന്നുള്ളതാണ്. മുൻ മിഷൻ ഡയറക്ടർ ഒരു ഇന്ത്യക്കാരിയാണ്, വീണ റെഡ്ഡി എന്നാണ് അവരുടെ പേര്. ഈ വീണ റെഡ്ഡിയാണ് ഇപ്പോൾ ഇതിൽ ചോദ്യം നേരിടുന്നത്. കാരണം ഇവർ ഇതിൻ്റെ മിഷൻ ഡയറക്ടറായിരുന്നു. ഇവരെ നമ്മുടെ കേന്ദ്ര സർക്കാർ നിരീക്ഷിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഉടൻ തന്നെ ഇവർക്കെതിരെ ഒരു അന്വേഷണം നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ BJP MP ആയിട്ടുള്ള മഹേഷ് ജത്മലാനി അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലാണ്. എന്തായാലും അദ്ദേഹം പറഞ്ഞതിലൂടെയാണ് ഇവർ ലൈം ലൈറ്റിൽ വരുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? 2021 ഇവരെ US ഇന്ത്യയിലേക്ക് അയച്ചിരുന്നു. 2021 US ഇന്ത്യയിലേക്ക് ഇവരെ അയച്ച് ഇവർ ഇന്ത്യയിൽ വന്ന് തങ്ങി ഉണ്ടും ഉടുത്തും ഇവിടെ കഴിഞ്ഞിരുന്നു. പോരാത്തതിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇവർ അമേരിക്കയിലേക്ക് മടങ്ങിയത്. വോട്ടെടുപ്പ് പ്രവർത്തനങ്ങൾ ഇവിടെ ഏകീകരിക്കാൻ, അതിനെ അട്ടിമറിക്കുന്നത് ഏകീകരിക്കാനാണ് ഇവർ വന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ കൃത്യമായി നിരീക്ഷിക്കണമെന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മഹേഷ് ജത്ലാനി എക്സിലാണ് ഇത് കുറിച്ചത്. സോ ഡോജ് ഹാസ് ഡിസ്കവേർഡ് ദാറ്റ് US എയ്ഡ് അലോക്കേറ്റഡ് 21 മില്യൺ ഫോർ വോട്ടർ ടേൺ ഔട്ട് ഓൺ ഇന്ത്യ, എ euphemism for paying voters to cast their votes to effect regime change. Veena Reddy was sent to India in 2021 as head of US aid's Indian mission എന്നാണ് അദ്ദേഹം തൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരിക്കുന്നത്. ഇനി ആരാണ് ഈ വീണ റെഡ്ഡി എന്ന് നമുക്ക് നോക്കാം. ആന്ധ്രാപ്രദേശിൽ ജനിച്ച ഒരു ഇന്ത്യൻ അമേരിക്കൻ നയതന്ത്രജ്ഞയാണ് ഈ വീണ റെഡ്ഡി എന്ന് പറയുന്ന സ്ത്രീ. US സീനിയർ ഫോറിൻ സർവീസിൽ കരിയർ അംഗമായി ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട്. പോരാത്തതിന് ഇന്ത്യയിലും ഭൂട്ടാനിലും US എയ്ഡ് പ്രവർത്തനങ്ങളുടെ മേധാവിയായും ഇവർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഇന്ത്യൻ അമേരിക്കൻ വ്യക്തിയാണ് US എയ്ഡിൻ്റെ തലപ്പത്ത് വരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്
ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം എപ്പോഴും അമേരിക്കൻ നിയന്ത്രിത സർക്കാർ മാത്രമേ ഇവിടെ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന അമേരിക്കയുടെ എപ്പോഴുള്ളൊരു താല്പര്യമുണ്ട്. 2014 മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ മൻമോഹൻ സിംഗ് അത്തരത്തിലുള്ളൊരു സർക്കാരായിരുന്നു. അമേരിക്ക എന്താണോ മനസ്സിലാഗ്രഹിക്കുന്നത് അത് മൻമോഹൻ സിംഗ് സർക്കാരിലൂടെ രാജ്യത്ത് നടപ്പാക്കാനായി സാധിക്കും. ആ മൻമോഹൻ സിംഗ് സർക്കാരെ തളർന്നു തുടങ്ങി എന്ന് കണ്ടപ്പോഴാണ് ഇവർ ആം ആദ്മി പാർട്ടി ഉയർത്തിക്കൊണ്ടുവന്ന് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞ വേറൊരു നേതാവിനെ കൊണ്ടുവന്നത്. എന്നാൽ ഇവരുടെ എല്ലാ സ്വപ്നങ്ങൾക്കും തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇന്ത്യയിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഐക്കോണിക് ആയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ആ സമയത്ത് രംഗപ്രവേശനം ചെയ്തത്. അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു ശക്തിയായിരുന്നു, നമുക്ക് ലഭിച്ചൊരു ഭാഗ്യം കൂടെയായിരുന്നു. അല്ലെങ്കിൽ വീണ്ടും US നിയന്ത്രിക്കുന്ന ഒരു കളിപ്പാവയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ ഇവിടെ ഭരണത്തിൽ എത്തിയേനെ എന്നുള്ളത് വേറൊരു കാര്യമാണ്. കാരണം രാഹുൽ ഗാന്ധിയെ കൊണ്ട് നടക്കില്ല എന്ന് കൃത്യമായി കോൺഗ്രസിന് അമേരിക്കയ്ക്ക് അറിയാം. അങ്ങനെ അരവിന്ദ് കെജ്രിവാളിനെ കൊണ്ടുവന്നു. പക്ഷേ അരവിന്ദ് കെജ്രിവാളിനെ കവച്ചു വെച്ചുകൊണ്ട് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. അതിനുശേഷം നമ്മുടെ രാജ്യം വച്ചടി കയറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അമേരിക്കയെ വരെ നമ്മൾ ചോദ്യം ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണാനായിട്ട് സാധിച്ചു. ഇന്ത്യയിൽ ഒരു ജനാധിപത്യ സർക്കാർ അവർ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു സുസ്ഥിരമായിട്ടുള്ള സർക്കാർ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും ഒരു തൂക്ക് സഭയോ അല്ലെങ്കിൽ എപ്പോഴും താഴെ വീഴാൻ കെൽപ്പുള്ള ഒരു സർക്കാരോ അങ്ങനെ ഉള്ള സർക്കാരിനെയാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. കാരണം കൃത്യമായ ഭൂരിപക്ഷമില്ലാത്ത സർക്കാർ ഇന്ത്യയിലുണ്ടെങ്കിൽ ആ സർക്കാരിനെ താഴെ ഇടാനായി അമേരിക്കയ്ക്ക് കൃത്യമായി സാധിക്കും. അല്ലെങ്കിൽ ആ സർക്കാരിന് അജണ്ടകൾ ബില്ലുകൾ പാസ്സാക്കുന്നതൊന്നും ഇന്ത്യയിൽ സാധിക്കില്ല എന്ന് അമേരിക്കയ്ക്ക് കൃത്യമായി അറിയാം. എന്നാൽ നരേന്ദ്രമോദിയുടെ കാലയളവ് നോക്കിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദിക്ക് ജനങ്ങൾ വൻ ഭൂരിപക്ഷം 2 തവണയും വലിയ രീതിയിൽ കൊടുത്തു. 3ാമത്തെ തവണയാണ് അദ്ദേഹത്തിന് ഈ ഫണ്ട് വഴി ഒന്ന് കുലുക്കാനായി അമേരിക്കയ്ക്ക് സാധിച്ചത്. അപ്പോഴാണ് ആദ്യമായി ഇന്ത്യൻ അമേരിക്കൻ വംശജയായ ഒരു സ്ത്രീ ഇതിൻ്റെ തലപ്പത്തെത്തുന്നതും എന്നുള്ളത് നമ്മൾ പ്രധാനമായും എടുത്തു കാണേണ്ട കാര്യമാണ്. ഇവരുടെ USAIDയിലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യക്കും ഭൂട്ടാനും വേണ്ടിയുള്ള മിഷൻ ഡയറക്ടറായിരുന്നു. ഭക്ഷ്യസുരക്ഷ, പരിസ്ഥിതി, ആരോഗ്യം, വിദ്യാഭ്യാസം, ജനാധിപത്യം എന്നീ മേഖലകളിലെ പരിപാടികൾ ഇവർ മേൽനോട്ടം വഹിച്ചിരുന്നു. കംബോഡിയയിലെ മിഷൻ ഡയറക്ടറായിരുന്നു. ഭൂകമ്പാനന്തര പുനർനിർമ്മാണത്തിനും സാമ്പത്തിക വികസനത്തിനും നേതൃത്വം നൽകുന്ന ഹെയ്ത്തിയിലെ ഡെപ്യൂട്ടി മിഷൻ ഡയറക്ടറായിരുന്നു. ഇങ്ങനെയുള്ള മേലങ്കിയൊക്കെ വാരി അണിഞ്ഞുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് ഇവരെത്തി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചത്. USAIDൻ്റെ മിഷൻ ഡയറക്ടറായി ഒരു ഇന്ത്യ അമേരിക്ക സ്ത്രീ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെയുള്ള പല മാർക്സിസ്റ്റുകാരും അല്ലെങ്കിൽ പല മറ്റു പാർട്ടിക്കാരുമെല്ലാം ഇതാ US-ൽ കണ്ടില്ലേ നമ്മുടെ ഒരു സ്ത്രീ അവിടെ കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ആനന്ദ തന്തുലിതമാവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഉദ്ദേശം, അമേരിക്ക ഇങ്ങനെ ഒരു പ്രൊവിഷൻ അവർക്ക് കൊടുത്തതിൻ്റെ ഉദ്ദേശം നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക എന്നുള്ളതായിരുന്നു. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 1 മാസത്തിലേറെ കഴിഞ്ഞപ്പോൾ 2024 ജൂലൈ 17 താൻ US-ലേക്ക് മടങ്ങുകയാണെന്ന് പറഞ്ഞ് ഈ റെഡ്ഡി തിരിച്ച് US-ലേക്ക് പോവുകയും ചെയ്തു. അവരുടെ അതിനുശേഷം അവർ രാജിവെക്കുന്നതാണ് കണ്ടത്. അതായത് മോദിയെ അട്ടിമറിക്കാനായി അവർ കയറി ഇന്ത്യയിലേക്ക് വന്നു, പ്രവർത്തിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് തിരിച്ചുപോയി. അതിനുശേഷം അവർ രാജിവെച്ചു. അവരുടെ രാജി സ്വാഭാവികമായി നമുക്ക് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അവരുടെ രാജി സ്വാഭാവികമല്ല. അവരവരുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് അവരുടെ രാജി അവിടെ വച്ചത് എന്നുള്ളതാണ് BJP നേതാക്കൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇവരെക്കുറിച്ചുള്ള ഈ ധനസഹായത്തെക്കുറിച്ചുള്ള സമ്പൂർണ്ണമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ തുടങ്ങണം എന്നാണ് വലിയ രീതിയിലുള്ള ആരോപണം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആവശ്യം ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഉടനെ തന്നെ ഈ നടപടികളെല്ലാം തുടങ്ങും. കേരളത്തിലടക്കം ഇതിൻ്റെ പങ്ക് പറ്റിയ ജേർണലിസ്റ്റുകളുടെ പേരുകൾ ഉടനെ തന്നെ പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.